ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വ്ളോഗർ ജുനൈദിന്റെ മരണം അത് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അപകടത്തിന് പിന്നിൽ ചില ദുരൂഹതയുണ്ടെന്നൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് അപകട മരണം തന്നെയാണെന്നാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ നടത്തിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നൊരു കാര്യം അത് അന്നേരം സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നിയില്ല. മരണം ആരെയും മഹത്വപ്പെടുത്തുന്നില്ല എങ്കിലും നമ്മൾ മരണപ്പെട്ടു പോയവരോട് കാണിക്കുന്ന ഒരു ബഹുമാനം എന്നത് പല വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നതൊന്നും ശരിയല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലോഗർ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ച ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നെന്ന് കേട്ടു. പക്ഷെ ആ വീഡിയോ പിന്നീട് ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ ടേക്ക് ഡൗൺ ചെയ്തതായിരിക്കാം. എന്തായാലും എനിക്കത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ അതും നമ്മൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ഇപ്പോൾ ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം ബ്ലോഗറായിട്ടുള്ള മൂപ്പന് ലഭിച്ച ഒരു വോയിസ് സന്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ചാനലിൽ അതിന്റെ റിയാക്ഷൻ വീഡിയോ കണ്ടതായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ വോയിസ് ക്ലിപ്പുകൾ എടുത്തിട്ടുള്ളത്. ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ അതിൽ ഞെട്ടലുളവാക്കുന്നതും വേദന ഉളവാക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. അത് പല ആംഗിളിൽ നിന്ന് ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ് എന്നത് തോന്നിയത് കൊണ്ടാണ് ആ വിഷയം എടുത്തിരിക്കുന്നത്. നമുക്ക് വോയിസ് ക്ലിപ്പ് കേട്ടോ. ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ, അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു. നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ നീ ഇത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഹലോ പറഞ്ഞ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു പോകുന്നൊരു നല്ലൊരു സൗഹൃദം. എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഈ പുള്ളിയൊരു ബന്ധമായിട്ട് സ്നേഹത്തിലായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയതെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞില്ല. ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ്, എന്നെ ട്രാപ്പിലകപ്പെടുത്തി, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ കുറേ പേരോട് പറഞ്ഞ് ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ പെണ്ണുങ്ങൾ വഞ്ചനാ കുറ്റത്തിന്റെ കീഴിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലായിരിക്കാം ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടാവും. എല്ലാ കാര്യവും നമുക്കറിയില്ല. പിന്നെ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒരിക്കലും ഒരു ഡിഫൈൻ ചെയ്തിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നേരത്തെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നടന്ന ഒരു ശാരീരിക ബന്ധം വിവാഹ വാഗ്ദാനം നൽകി നടത്തിയ ശാരീരിക ബന്ധമാണ് എന്ന രീതിയിൽ പരാതി കൊടുക്കാനും അതേസമയം ഇതൊക്കെ തെളിയിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല, പരസ്പര ധാരണയോടെയാണ് എന്ന് പറഞ്ഞ് തെളിയിക്കുന്നതൊക്കെ ശരിക്കും പോസിബിൾ ആയ ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഒരിക്കലും എഗ്രിമെന്റ് എഴുതി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കൺസെന്റ് ഫോം സൈൻ ചെയ്തതിന് ശേഷമായിരിക്കില്ല ഇതൊന്നും സംഭവിക്കുന്നത്. രണ്ടുപേരുടെയും എപ്പോഴാണോ രണ്ടുപേർക്കും സമ്മതമായ ഒരു നിമിഷം ഉണ്ടാകുന്നത് ആ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യാം. ഇനി ദുർവ്യാഖ്യാനം ചെയ്തതല്ല, ചതിക്കപ്പെട്ട ഒരു സാഹചര്യമാണെങ്കിൽ കൂടി രണ്ടും ഒരേ രീതിയിൽ സംഭവിക്കുന്നതായതുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യാൻ പ്രശ്നമാണ്. അദ്ദേഹം തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു അഡ്വാൻറ്റേജ് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കൂടി ഞാൻ സംസാരിച്ചിരുന്നു മറ്റൊരു വിഷയത്തിൽ. ബിജു സോപാനം, ശ്രീകുമാർ എന്നിവർ ഉൾപ്പെട്ട ഒരു വിഷയം, ഒരു പ്രമുഖ നടി ലൈംഗിക അതിക്രമത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലും സംസാരിച്ച വിഷയം ഇതാണ്, ഈ ഒരു അഡ്വാൻറ്റേജ് പലർക്കും എടുക്കാൻ കഴിയും. അത് ആണോ അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തെ കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അദ്ദേഹം സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. പക്ഷെ പലരും അത് കേൾക്കാൻ തയ്യാറാകാത്തത് നമ്മളുടെ ഒരു സമൂഹം അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്ത്രീകളുടെ ഭാഗത്തോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത് കുറെ അധികം പേർ. അത് വേണ്ടതാണ്. കാരണം കുറെ അധികം കാലം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് വളരെ വിരളമായിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റത്തെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടോ എന്ന് കൂടി ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. വലുത് എന്നെ ആരും വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി എന്താ സത്യം എന്നറിയത്തില്ല, നീ വെറുതെ ഇതാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നോക്കി നിറയെ ബാഡ് കമൻറ്റ്. കാരണം പുള്ളിക്ക് ജോലി സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല, നാട്ടിലെ അപവാദങ്ങളും വല്ലാണ്ട് ക്രൂശിക്കപ്പെട്ട ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നതാണ്. ശരിക്കും സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി. അതിന് റിക്കവർ ആകാൻ വേണ്ടിയുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല. ഇതൊരു സാഹചര്യമാണല്ലേ. കാരണം
തൻ്റെ ഭാഗം പറയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ആഗ്രഹമുണ്ടായിരുന്നിട്ടുണ്ടാവണം. ഇപ്പോൾ വ്ളോഗ് പലരും ചെയ്തില്ല എന്ന് പറയുന്നു. അതിന് സാഹചര്യമുണ്ട്. കാരണം നമ്മളാരെ സമീപിച്ചിട്ടില്ല, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ചെറിയൊരു വ്ളോഗാണ്, കുറച്ച് പേർ മാത്രം കാണുന്നൊരു വ്ളോഗാണ്. പക്ഷേ ഇനി പ്രമുഖരായിട്ടുള്ള വ്ളോഗറിനെ സമീപിച്ചാലും അവർക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കുക ബുദ്ധിമുട്ടാണ്. മറുവശത്ത് നിൽക്കുന്നത് വളരെ സെൻസിറ്റീവായ ഒരു ഇരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇരയ്ക്കെതിരെ സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്. അൺലെസ് ആൻഡ് നമ്മളിപ്പോൾ നിവിൻ പോലുള്ള വിഷയത്തിലൊക്കെ വന്നതുപോലെ നമ്മൾക്ക് തന്നെ കൺവിൻസിങ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാത്രമാണ് ഇവർക്കൊക്കെ ഒന്ന് പ്രതികരിച്ച് സംസാരിക്കാൻ കഴിയും. അല്ലാതെ സംശയാസ്പദമായ സാഹചര്യം ഇരയാക്കപ്പെട്ട അയാളുടെ ഭാഗത്ത് കുറവാണെന്നുണ്ടെങ്കിൽ വ്ളോഗർമാർക്കും അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സംസാരിക്കുന്നതിൽ പരിമിതികളുണ്ടാവും. അതൊരു അൺഫോർച്ചുനേറ്റഡായ സാഹചര്യമാണ്. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയും. ഇദ്ദേഹത്തെ കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഈ പെൺകുട്ടി വ്ളോഗ് ചെയ്തിരുന്നു പറയുന്നു, അത് ടേക്ക് ഡൗൺ ചെയ്യാൻ പറയാനുള്ള റീസൺ ഉണ്ട്. കാരണം ഇരയാക്കപ്പെട്ട ആൾക്കെതിരെ സംസാരിക്കുന്നത് നിയമപരമായിട്ട് ഇവരെ ബാക്ക് ഫെയർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ചെയ്യാതിരുന്നതും അതേപോലെ ചെയ്ത വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നതും. പക്ഷെ അതിപ്പോൾ ഒരു ദുരന്തത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആ സംഭവം വേദനയുള്ളാക്കുന്നൊരു കാര്യമാണ്. നമുക്കത് എന്താ പറയുക, അതിനകത്തൊരു വാക്ക് കിട്ടുന്നില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട്. അതിൻ്റെ ഇടയിൽ പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കി ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആ ഒരു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ആരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. സമാധാനിക്ക്, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. എന്റെ പൊന്നട ഉപനിയെന്ന് സമാധാനിക്ക്. ആരും ഇല്ലെന്ന് തോന്നുന്നത്, നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ലെന്നൊക്കെ തോന്നും. വേറൊരു കാര്യം, അത് സത്യമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആരും ഇല്ല നമ്മൾ വിശ്വസിക്കാൻ നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നാളെ മരിച്ചുപോയ നമ്മള് കഥകൾ ഒറ്റയ്ക്കല്ലേ, ജനിച്ചതും ഒറ്റയ്ക്കല്ലേ, അപ്പൊ ജീവിക്കുന്നതും എല്ലാരും കൂടെ വേണം നിർബന്ധിക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ആ ഉപദേശങ്ങൾ നമ്മൾ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്, നമ്മൾ തനിച്ച് തന്നെ നിൽക്കണം എന്നുള്ളത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് കൂടെ ആളുകൾ വേണം. കാരണം ഒരുപാട് പേര് ഇതിൽ നിൽക്കുകയല്ലേ വിമർശനവുമായിട്ട്. ഇപ്പം അത് കള്ളക്കേസായിരുന്നു എന്ന് പറയാം, നമുക്കത് പറയാൻ കഴിയില്ല. അതൊരു ഫേക്ക് അലിഗേഷനാണ്, അത് പ്രൂവ്ഡ് ആകുന്നത് വരെ. പിന്നെ മറുഭാഗത്തുള്ള കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എത്രമാത്രം തെറ്റാണെന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തെ അറിയുന്ന സുഹൃത്തുക്കൾ കൂടെ നിൽക്കേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് ഈ വിഷയത്തിലൊക്കെ വലിയൊരു പ്രശ്നമാണെന്ന്. അത് പലരും നമ്മളെ കൈവിടിഞ്ഞ് കളയും. ഇതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർ വിശ്വസിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ഒരു വർഷത്തോളം പ്രണയത്തിലാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയമാകുന്നതിനും പ്രണയ വാഗ്ദാനം നൽകുന്നതിനും വിവാഹ വാഗ്ദാനം നൽകുന്നതിനും അതിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ കൺസെൻറ്റോടെയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ പോലും അതിനകത്തൊരൊറ്റ വാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസായി. നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായ 2 പേർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ അതിൻ്റെ മുന്നിൽ ഒരു വാഗ്ദാനം നൽകി, വിവാഹ വാഗ്ദാനം മാത്രമല്ല, ജോലി വാഗ്ദാനം ചെയ്ത് പണം വാഗ്ദാനം ചെയ്യുമ്പോൾ അതൊരു അഡൾട്ടറിയുടെ കീഴിൽ വരുന്ന, വ്യഭിചാരത്തിന്റെ കീഴിൽ വരുന്ന ഒരു ഒഫൻസായി മാറും. പക്ഷേ ജോലി വാഗ്ദാനം ചെയ്ത് വിവാഹ വാഗ്ദാനം ചെയ്ത് എന്നീ സംഭവങ്ങൾ അതിന് മുന്നിലേക്ക് പ്രിഫിക്സ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരാളെ കൊടുക്കാൻ പ്രതികാര നടപടിയിലാണെങ്കിൽ പോലും പെടുത്താൻ കഴിയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആളുകൾ അത് വിശ്വസിച്ച് വരാനും കൂടെ നിൽക്കാനും സമയമെടുക്കും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറഞ്ഞ് അനലൈസ് ചെയ്യാനായിട്ട് മറുവശം പറയാൻ ആളില്ല. അദ്ദേഹം പിന്നെയില്ല, ഇനി അദ്ദേഹം വന്ന് പറയാനും പോകുന്നില്ല. ഒരു പക്ഷേ ഇനി ഇതിന് മറുപടി വന്നു കഴിഞ്ഞാൽ പോലും അതല്ല അല്ലെങ്കിൽ അതങ്ങനെയാണ് എന്ന് പറയാനായിട്ട് ജുനൈദ് ഇപ്പോൾ ബാക്കിയില്ല. വളരെ അൺഫോർച്ചുനേറ്റ് സാഹചര്യം. ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി അറിയാനായിട്ടൊരു ശ്രമം, നമ്മളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇതിൽ പെടുമ്പോൾ അവരെ ആദ്യമേ കയറി കുറ്റപ്പെടുത്തുന്നതിന് പകരം സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ അവർക്കൊരു പിടിച്ചു നിൽക്കാനുള്ള ഒന്നായിരിക്കും. ഇപ്പം അത് ആത്മഹത്യയാണ് എന്ന രീതിയിലല്ല പറയുന്നത്, അപകടമരണം തന്നെയാണ്. പക്ഷേ അതിലേക്ക് നയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയായിരിക്കാം. പലപ്പോഴും നമ്മുടെ വണ്ടിക്ക് ഹിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, പലപ്പോഴും നമ്മുടെ വണ്ടിക്ക് ഹിറ്റ് വീഴുന്നതോ സ്ക്രാച്ച് വീഴുന്നതോ
അതൊക്കെ നമ്മൾ ദേഷ്യത്തോടെ വണ്ടി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ സങ്കടത്തോടെയോ നമ്മൾ വികാരം കീഴടക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ തട്ടലും മുട്ടലും കൂടുതലായിട്ടുണ്ടാവുന്നത്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അവിടെ ഒരു അശ്രദ്ധ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല. പറയാനുള്ള കാര്യം ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും മനസ്സിലാക്കി നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തന്നെ. ഇവിടുത്തെ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകൂനയിലേക്ക് പാഞ്ഞ് കയറിയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നില്ലെന്ന് എനിക്ക് അത് അവർ ആ പങ്കുവെച്ച തോന്നലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും. കേൾക്കേണ്ട സമയത്ത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദത്തിന് വലിയ രീതിയിൽ അയവ് ഉണ്ടായിരുന്നേനെ. അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ സഹായിച്ചേനെ. ഒരുപക്ഷെ ഈ മാനസിക സമ്മർദ്ദങ്ങളാണ് അദ്ദേഹത്തിന്റെ അശ്രദ്ധയിലേക്ക് നയിച്ചിട്ടുള്ളത്, അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാര്യം കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ കുരുക്കാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് നിയമമാണോ ദുർബല വിഭാഗങ്ങളെ അല്ലെങ്കിൽ ദുർബലരായിരുന്ന ഒരു കാലഘട്ടം വരെ ദുർബലരായിരുന്നവരെ ശക്തീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്, അതേ നിയമങ്ങൾ വെച്ച് തന്നെ ദുർബലരായ ആളുകൾക്ക് പ്രതികാര നടപടി എന്ന രീതിയിൽ ആ നിയമത്തിന് ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധയുണ്ടാവണം. അത്തരം പരാതികളെ കുറെ കൂടി സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വേണം നടപടിയിലേക്ക് പോവാൻ എന്നുള്ള കാര്യം കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.